ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അലീന മുറിയിൽ പോയിട്ട് ഒരുപാട് നേരം ആലോചിച്ച് കരയുന്നുണ്ട്. അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഓരോന്ന് ആലോചിച്ച് ഭയങ്കര വിഷമമായത്. അങ്ങനെ അവൾ വിശ്വസിക്കുന്ന മമ്മിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ ഓരോന്ന് വിചാരിക്കുമ്പോൾ അവൾക്ക് മമ്മി നേരിട്ട് വന്നതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവൾ ഓരോ പരാതിയും പരിഭവവും അവൾ ചെയ്തത് തെറ്റാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മി പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഇതുവരെ ചെയ്തതൊക്കെ ശരിയാണ്, നീ ഒരുപാട് ആളുകൾക്ക് വെളിച്ചമാവേണ്ട ഒരാളാണ്, ഇവിടെയും നീ വെളിച്ചം നൽകിയിട്ടുണ്ട്, ആ വെളിച്ചം ഇവരൊരിക്കലും കെടാതെ സൂക്ഷിക്കും എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത വെളിച്ചം കെടുത്തി പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, നീ പോകേണ്ടവൾ തന്നെയാണ്, ഇവിടെ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് നീ വെളിച്ചം കൊടുക്കേണ്ടവളാണ്, അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഒതുങ്ങി കഴിയേണ്ട ഒരാളല്ല, എല്ലാം സഹിക്കാനുള്ളൊരു ശക്തി നിനക്ക് തരും, അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് പോവാന്ന് പറയുന്നുണ്ട്. അവർക്ക് നന്മ ചെയ്യാൻ മാത്രമേ നീ വിചാരിച്ചിട്ടുള്ളൂ, ഇനി നന്നാവേണ്ടത് അവരാണ്, നിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തു കഴിഞ്ഞു, ഇനി നിനക്കൊന്നും ചെയ്യാനായിട്ടില്ല, അതുകൊണ്ട് ഇനി നന്നാവേണ്ടത് അവരാണ്, അതുകൊണ്ട് നീ ഒരിക്കലും ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നൊക്കെ മമ്മി ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഒരു ധൈര്യം കിട്ടുകയാണ്, അവൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അപ്പം ഞാൻ ചെയ്യുന്നത് ശരിയാണല്ലേ, അപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാണല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ, അതെ, നീ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. മമ്മി ഇത്തരത്തിൽ പറയുമ്പോൾ അലീനയ്ക്കും കുറച്ച് ശക്തിയൊക്കെ ആർജിച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ അലീന അവൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബാലൻ ഒരുങ്ങുന്നുണ്ട്, പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വാച്ച് കിട്ടുന്നുണ്ട്, പോവാനുള്ള ബാഗൊക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ബാലനെ ഗോവർദ്ധൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കടയിലേക്ക് ഞാൻ ഇന്ന് വരുന്നില്ല, ഞാൻ ഇന്ന് അലീനയെ കൊണ്ടുവിടാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ, ഓ, ഞാനതങ്ങ് മറന്നുപോയി. ബാലൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അവിടെ തങ്ങും, ഞാൻ തിരിച്ചു വരലും ഉണ്ടാവില്ല, എവിടെയെങ്കിലും തങ്ങണം, എനിക്ക് എന്തായാലും എൻ്റെ ശക്തിയല്ലേ ഞാൻ അവിടെ കൊണ്ടുവിടുന്നത്, അതുകൊണ്ട് എനിക്കിന്ന് തീരെ എനർജി ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ വീണ്ടും ഒരു റീചാർജ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് തിരിച്ചു വരാൻ, എന്നിട്ട് വേണം വൈജയന്തിയുമായിട്ടുള്ള അടുത്ത പോരാട്ടം തുടങ്ങാൻ, അതിന് ഞാൻ അവിടെ കുറച്ച് സമയം തങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാലൻ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ, സത്യം, അതായത് ശരിയുടെ ഭാഗത്തേ ബാലൻ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാനേജ് ചെയ്തോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലൻ അലീന എവിടെയും ചോദിക്കുന്നുണ്ട്. അന്നേരം അലീന വരുന്നുണ്ട്, ഞാൻ രോഹിത്തിൻ്റെ അടുത്തായിരുന്നു, അവൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അന്ന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരിക്കും, ഇന്ന് കുറേ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലൻ. അതൊക്കെ ബബിയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പം അലീന പറയുന്നുണ്ട്, എന്നെ ഇന്ന് അടുക്കളയിലേക്കൊന്നും കയറ്റിയില്ല, അവർ തന്നെ സേവിച്ചോളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോടി ബബി എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ. അന്നേരം ബബി പറയുന്നുണ്ട്, ആ, കുറേ കാലം സേവിച്ചില്ലേ, ഇനി സേവനം മതി, ഇനി ഞങ്ങളൊക്കെ തന്നെ മതി എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അത് അലീനയോടുള്ള സ്നേഹം കൊണ്ടാണ്, അലീന എന്ന് പോകുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, പോരാത്തിന് ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആ, ഞങ്ങൾ തന്നെ മതി, ഇനി അലീന ചേച്ചിയുടെ ഇതൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ സേവിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ എന്തിനാ ഇത്ര തോനെ വിഭവങ്ങളൊക്കെ, ഇത് യാത്രയപ്പ് തന്നെയാണോ അതോ എനിക്കുള്ള സൽക്കാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് ഇത് കാണുമ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടമൊക്കെ ഉണ്ട്. വേറെ സന്തോഷത്തിന് കാരണം വേറെ ഒന്നുമല്ല, അവൾ ഇങ്ങോട്ട് വരുമ്പോൾ അനാഥയായിട്ടാണ് വന്നത്, തിരിച്ചു പോകുമ്പോൾ അവൾക്ക് ഒരുപാട് ആളുകളുണ്ട്, അച്ഛനമ്മ കൂടപ്പിറപ്പ് എല്ലാവരും ഉണ്ട്, അതൊക്കെ അവൾ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ ഇരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്, നിങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഇവിടുത്തെ ഊൺമേശയിൽ ഒരു സ്ഥാനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവൾ കരയുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലൻ പറയുന്നുണ്ട്, അന്ന് നീ ഇവിടേക്ക് വരുമ്പോൾ വെറും ഒരു വേലക്കാരിയായിരുന്നു, പക്ഷെ ഇന്ന് നീ അങ്ങനെയല്ല, അത് തന്നെയാണ് അച്ഛൻ ഞാൻ പറയാനിരുന്നത്, അന്ന് ഞാൻ വേലക്കാരിയായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ലല്ലോ, എനിക്ക് എല്ലാവരും ഉണ്ട്, അച്ഛനമ്മ കൂടപ്പിറപ്പ് എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ സെഞ്ചി അടിക്കുന്നത് കേട്ടപ്പോൾ ബബിക്ക് ദേഷ്യം വന്നു. ബബി പറഞ്ഞു, ഓ, നിർത്തുന്നുണ്ടോ, കുറേ ഇത് കേട്ടതാണെന്ന് പറയുന്നുണ്ട്. ഓ, ഞാൻ നിർത്തി, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് ബബിയും കൃഷ്ണമോളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബബി ആണെങ്കിൽ അലീനയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ, ഇനി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, എനിക്ക് കുറേ ഇട്ട് തന്നിട്ടുള്ള ആളല്ലേ, അപ്പം ഞാൻ തിരിച്ചും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അലീന റൂമിൽ നിൽക്കുമ്പോൾ മനു വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്, ഒന്നുകിൽ നീ പോകുന്ന തീരുമാനം മാറ്റി അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്, ഒരുങ്ങാനുള്ള പരിപാടിയിലാന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഓ, അത്ഭുതമൊന്നും സംഭവിച്ചില്ലല്ലേ എന്ന്. എന്താ മനുവേട്ടൻ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ മനുവേട്ടൻ, ഇവിടെ അച്ഛനടക്കം എന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കുന്നില്ല, എന്നോട് പോകണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്ത് മനുവേട്ടനെങ്കിലും എനിക്കൊരു തണലായിട്ട്
പോകണം എന്ന് എന്നോട് പറയും, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എന്നാൽ പിന്നെ വിളിക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ മനുവേട്ടനും കൂടി എൻ്റെ കൂടെ പോന്നൂടെ? അതൊന്നും ശരിയാവില്ല, അച്ഛനത് ഇഷ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ, ഓ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയതാണ്. എന്തായാലും നീ ഇപ്പൊ പോ, ഞാൻ അവിടെ വന്ന് കണ്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, ആ മനുവേട്ട ഞാൻ തിരിച്ചു വിളിച്ചോളാം, എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുൻപേ ഞാൻ വിളിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചതായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ അലീന കോളൊക്കെ കട്ട് ചെയ്തു, ഒരുങ്ങാനുള്ള പരിപാടിയിലായിരുന്നു. ആ സമയത്താണ് ബബിയും കൃഷ്ണമോളും വന്നിട്ട് കതവ് മുട്ടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവർ സെഞ്ചി അടിക്കുന്നുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ വീണ്ടും വീണ്ടും അലീനയ്ക്ക് സങ്കടമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വന്നിട്ട് അലീനയെ ഒരുക്കിക്കോളാന്ന് പറയുന്നുണ്ട്. അച്ഛൻ എന്നോട് സാരിയാണ് ഉടുക്കാൻ പറഞ്ഞത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓ അതിനെന്താ, ഞങ്ങൾ ഒരുക്കി തരാമല്ലോ, ഞങ്ങൾ സാരി ഉടുപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഓ നിനക്കറിയോ അതിന് സാരി ഉടുപ്പിച്ച് തരാൻ? എനിക്ക് ഉടുക്കാൻ അറിയില്ല, പക്ഷെ ഉടുപ്പിക്കാൻ അറിയാലോ, അതുകൊണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് ഉടുക്കാനുള്ള സാരിയൊക്കെ ബബി എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടിപൊളിയാണല്ലോ, കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് തന്നെ പോയാൽ മതി, ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ, ഇങ്ങനെ പോകണ്ട, ഞാൻ വന്നതുപോലെ തന്നെ പോവാം, അതുപോലെ പോയാൽ പോരെന്ന് അലീന ഇങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, വന്നതുപോലെ പോകണ്ട, വരുമ്പോൾ ചേച്ചി അനാഥയല്ലായിരുന്നു, ഇപ്പം അങ്ങനെയാണോ? എല്ലാവരും ഇല്ലേ, ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, കൂടപ്പറപ്പുകളല്ലേ ഞങ്ങളല്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞേ കേട്ടാൽ മതി, ഞങ്ങൾ ചെയ്തു തരാമല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിയും കൃഷ്ണമോളും കൂടി നമ്മളെ അലീനയെ സാരി ഉടുപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതീവ സുന്ദരിയായിട്ട് ഒരു കല്യാണപ്പെണ്ണിനെ പോലെ അലീനയെ ഒരുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരുക്കുന്നതിന്റെ ഇടയിലും അലീന കരയുന്നുണ്ട്. കാരണം സങ്കടം വരികയാണ്. സന്തോഷത്തിന്റെ യാത്ര അല്ലല്ലോ ഇത്, സങ്കടത്തിന്റെ യാത്രയല്ല. അത് ആലോചിച്ചിട്ട് ഈ ഒരുങ്ങുന്നതൊന്നും അവളുടെ മൈൻഡിലില്ല. അവൾ വേറെ ഏതോ ലോകത്ത് നിന്നിട്ടാണ് ചിന്തിച്ചു കൂട്ടുന്നത്. ആ സമയത്ത് കണ്ണിന്ന് കണ്ണീരിറ്റുന്നുണ്ട്. അപ്പം മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ബബി. അവൾക്ക് ദേഷ്യം വന്നിട്ട് ഒരേ സമയം ദേഷ്യവും സങ്കടം കൂടി വന്നതാണ്. ഓ നശിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോളെ ആശ്വസിപ്പിച്ച് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ അലീന ഓരോന്ന് ആലോചിച്ചിട്ട്. കാരണം അവൾക്ക് എന്നും ഈ വീട്ടിൽ എല്ലാവരുടെയും കൂടെ നിൽക്കാനാണ് ആഗ്രഹം. അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടി, കൂടപ്പിറപ്പിനെ കിട്ടി, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം അവൾക്ക് ഉണ്ടായിട്ടും പക്ഷെ അവിടെ നിന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായതുകൊണ്ട് ആലോചിച്ചിട്ട് അവൾക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ബാലനും റെഡിയായിട്ട് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയെ നോക്കുമ്പോൾ അലീന അതീവ സുന്ദരിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ബാലന്റെ കണ്ണും നിറയും. ബാലൻ പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ മോളെ ഇവിടുന്ന് ഇറക്കാൻ വേണ്ടി വിചാരിച്ചത്, പക്ഷേ സന്ദർഭം സാഹചര്യമൊക്കെ വേറെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി കേൾക്കുമ്പോൾ അലീനയ്ക്ക് കൂടുതൽ സങ്കടമാവും. എന്തായാലും ബാലൻ വിചാരിച്ചിരുന്നത് ഒരു കല്യാണപ്പെണ്ണിനെ പോലെ ഇവിടുന്ന് ഇതുപോലെ പറഞ്ഞയക്കണം എന്നായിരുന്നു. പക്ഷെ ബാലൻ പറഞ്ഞതുപോലെ തന്നെ സാഹചര്യം ഇപ്പൊ വേറൊരു രീതിയിലായിപ്പോയി. അതൊരു സങ്കടത്തിന്റെ യാത്രയായിപ്പോയി. എന്തായാലും എവിടെ പോയാലും അലീനയ്ക്ക് സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അവൾ ഇവിടുന്ന് പോകുന്നത് തന്നെ ഇവിടെയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് എല്ലാം പഴയതുപോലെ തന്നെ, അതായത് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവളുടെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അവൾ മമ്മി പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് വെളിച്ചമാവേണ്ടവളാണ് അലീന എന്ന് പറഞ്ഞ പെൺകുട്ടി. അതുപോലെ എല്ലാവർക്കും വെളിച്ചമേകിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അവൾ വിചാരിച്ചതുപോലെ തന്നെ അച്ഛനും അമ്മയുടെയും കൂടപ്പിറപ്പിൻ്റെയും ഒക്കെ കൂടെ അവൾക്ക് താമസിക്കാൻ കഴിയും. എന്തായാലും നമുക്ക് അതൊക്കെ കാത്തിരുന്ന് കാണാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.